ഹലോ ഹായ് നമസ്കാരം. ചില ആളുകൾക്ക് ഒരു വലിയ വീഡിയോ ഒരു 10 മിനിറ്റിന് മുകളിലാണെങ്കിൽ കണ്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വളരെ ചുരുക്കി ഈ വീഡിയോയിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് ഞാനൊന്ന് പറയാം. ഗുരു എന്ന് പറയുന്ന മലയാള സിനിമ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരർത്ഥമുണ്ട്. മതങ്ങളുമായി ബന്ധപ്പെട്ട്, വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ആ സിനിമ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഒക്കെ കടന്നുപോയി നോക്കി, പല വീഡിയോസും കണ്ടു നോക്കി. അതിലെല്ലാം പറയുന്ന അർത്ഥത്തിന് വിപരീതമായിട്ട് ഒരുപക്ഷെ ഒരു കുഞ്ഞു പ്രൊപ്പഗാൻഡ ആ സിനിമയിലൂടെ കടത്തുന്നുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്തു. ആ പ്രൊപ്പഗാൻഡ എൻ്റെ റീവാച്ചിലാണ് എനിക്ക് മനസ്സിലായത്. അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. വിശദമായിട്ട് കേൾക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് തുടർന്ന് കാണാം. ആൻഡ് ഈ ടൈപ്പ് ഓഫ് കോണ്ടന്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഗുരു എന്ന് പറയുന്ന സിനിമ, ഇതിനെ മലയാളികൾ മനസ്സിലാക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ച് വിശ്വാസികളായ ഒരു വലിയ സമൂഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഇലാമപ്പഴം ഉണ്ടല്ലോ, ആ ഇലാമപ്പഴം എന്ന് പറയുന്നത് മതമാണ്. മതത്തിനെ അങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും അന്ധതയുള്ളവരായിട്ട് മാറുന്നു. കണ്ണിൻ്റെ ഫിസിക്കൽ അന്ധത എന്നുള്ളതിനും അപ്പുറത്തേക്ക് മനസ്സിന് കാണേണ്ട കാഴ്ചകൾ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ കാഴ്ച എന്നുള്ളത് ഏതെങ്കിലും ഒരു സെൻസ് എന്നുള്ളൊരു അർത്ഥത്തിൽ പറയുന്നതാണ്. ഇപ്പോൾ കേൾക്കുന്ന എല്ലാത്തിനെയും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ബധിരത എന്നാണല്ലോ പറയുക. എന്ന് പറയുന്നത് പോലെ ഒരു സെൻസിനെ ഉദ്ദേശിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം മതം അതുപോലെ എടുത്ത് ഭക്ഷിക്കുന്ന കുട്ടികളിൽ നമ്മളത് ഇൻജെക്റ്റ് ചെയ്യുന്ന രീതിയൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് പലതരത്തിലുള്ള അന്ധത ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആ മതത്തിൻ്റെ കോർ, അതിൻ്റെ ഉള്ളിലെ കുരു, അതെന്താണ് എന്ന് മനസ്സിലാക്കി അതിനെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അന്ധതയ്ക്കൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് കാഴ്ച കിട്ടും എന്നാണെന്നാണ്. കാരണം മതത്തിനെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന സ്നേഹം, സാഹോദര്യം, സമാധാനം, ഇതൊക്കെ മനസ്സിലാക്കണം എന്നൊക്കെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും വിചാരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഇലാമപ്പഴത്തിനും കുരുവിനും ഒന്നും ഒരു പ്രസക്തിയുമില്ല എന്നാണ് സിനിമ രണ്ടാമത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ കുറേ നാൾ മുമ്പ്, എൻ്റെ ഒരു കുട്ടിക്കാലം എന്നൊക്കെ നമുക്ക് പറയാവുന്നൊരു ഏജിലാണ് ഈ സിനിമ കാണുന്നത്. കണ്ടപ്പോൾ തന്നെ വലിയ അത്ഭുതകരമായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. പിന്നീട് ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കുറിപ്പുകളൊക്കെ നമ്മൾ വായിക്കുമല്ലോ, പിന്നീട് ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ വ്യാപകമായ ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കത്തിലൊക്കെ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നതും ശരിയാണ്, മതങ്ങളിലെ ദുഷിച്ച കാര്യങ്ങളെ എടുത്തു മാറ്റിക്കൊണ്ട് അതിൻ്റെ നന്മയും സ്നേഹവും സാഹോദര്യവും ഒക്കെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം എന്നൊക്കെയാണ് ആ സിനിമയുടെ സെൻസ് എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് വായിച്ചൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ പതിയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും വീഡിയോസ് ഇങ്ങനെ കാണുമല്ലോ, ഞാൻ അങ്ങനെ കാണാറുണ്ട് യൂട്യൂബിൽ. അങ്ങനെ കോമഡി ക്ലിപ്പുകളാണ് കൂടുതൽ കാണാറുള്ളതെങ്കിലും ഗുരുവിലെ ഒരു സീൻ, ഒരു സജഷൻ വന്നപ്പോൾ എന്നാൽ പിന്നെ ഇതൊന്ന് കണ്ടു നോക്കാം എന്ന് വിചാരിച്ച് പ്ലേ ചെയ്തു. അങ്ങനെ പ്ലേ ചെയ്തപ്പോൾ ഇതിൻ്റെ വിഷ്വലൈസേഷൻ പാർട്ട് എനിക്ക് തോന്നി ഇത് ഫുള്ളായിട്ടിരുന്ന് കാണണമെന്ന്. എന്ത് ഗംഭീരമായിട്ടാണ് അത് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. അതും ആ കാലഘട്ടം അതിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്ന തീമൊക്കെ വെച്ച് നോക്കുമ്പോൾ വിഷ്വലി അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക് സൈഡ് എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. പിന്നെ ഇതിൽ ഇലാമപ്പഴം കഴിച്ച് രഘുരാമൻ്റെ കാഴ്ച പോകുന്ന സീൻ, ആ ഒരു കുഞ്ഞു പാർട്ട്, ഒരു 12 മിനിറ്റിൻ്റെ വീഡിയോ ക്ലിപ്പാണ് കണ്ടത്. അപ്പോൾ കാഴ്ച നഷ്ടപ്പെടുന്നു. അതിനുശേഷം കുരു അദ്ദേഹത്തിനെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു, കൊല്ലാൻ വേണ്ടി കഴിപ്പിക്കുന്നു. പക്ഷേ അതിലൂടെ അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടുന്നു. ആ സീൻ കണ്ടപ്പോൾ ഈ സിനിമയെ ഞാൻ മനസ്സിലാക്കിയത്, അയ്യോ ഇത് ശരിക്കും ഒരു നിരീശ്വരവാദി പടമല്ലേ. പല മതവിശ്വാസികളും ഇതിനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സിനിമയെ കൂടുതൽ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത് മതത്തിലെ മോശമായ കാര്യങ്ങളെ മാറ്റി നിർത്തി നല്ലതിനെ ഉൾക്കൊള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ഈ സിനിമയിൽ ഇദ്ദേഹം അന്ധതയുടെ താഴ്വരയിലേക്ക് ചെന്നുപെടുകയാണ്. അവിടെ ഓൾറെഡി ആളുകൾക്ക് കാഴ്ചയുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ എല്ലാ സൂചനകളും അവിടെയുണ്ട്. പക്ഷേ അവർ നിർബന്ധിതരാവുകയാണ് ഈ പഴം കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല രുചിയൊക്കെ ഉണ്ട് എന്ന് തുടക്കത്തിൽ തോന്നുന്ന ഒരു പഴം, അത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇവരുടെ കാഴ്ച പോകുന്നത്. പക്ഷേ ആ പഴത്തിനകത്ത് കഴിക്കരുത് എന്ന് പറഞ്ഞ് പുറന്തള്ളിയിട്ടുള്ള കുരുവിനകത്താണ് കാഴ്ചയുടെ രഹസ്യമിരിക്കുന്നത്. അതായത് ഓൾറെഡി ജനിക്കുന്ന കുഞ്ഞിന് കാഴ്ചയുണ്ട്, കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. ഈ പഴത്തിൻ്റെ ചാറ് കൊടുത്താണ് അതിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. എന്നിട്ട് ഈ പഴത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളുകൾ എടുത്തു കളയുന്ന കാര്യം, അതിലൂടെയാണ് ഈ കുഞ്ഞിന് കാഴ്ച, അല്ലെങ്കിൽ ഈ പിന്നീട് കാഴ്ച തിരിച്ചു കിട്ടാൻ പറ്റുന്നത്. ഒരു കാരണവശാലും കഴിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അന്ധതയ്ക്കുള്ള ആദ്യത്തെ സൊല്യൂഷൻ. അന്ധത അഥവാ ഇത് കഴിച്ച് ബാധിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മരുന്ന് ഇതിലുണ്ട്. വേറെ ഏതെങ്കിലും രീതിയിൽ കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ കുരു കഴിച്ചതുകൊണ്ട് ഗുണമുണ്ടാവുന്നൊന്നും പറയുന്നില്ല. ഈ പഴം വഴി വിഷം അകത്ത് ചെല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടുകയാണെങ്കിൽ കുരു കഴിച്ചു കഴിഞ്ഞാൽ സോൾവ് ആവും. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ മതം വേണ്ട എന്നാണ് ആ സിനിമ പറയുന്നത്. കാരണം ആ പഴം അത് കഴിക്കുമ്പോൾ കാഴ്ച നഷ്ടപ്പെടുകയും അതിലൂടെ ഉണ്ടാക്കുന്ന വിഡ്ഢി സിദ്ധാന്തങ്ങൾ ആളുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അന്ധതയുടെ താഴ്വരയിലെ പ്രശ്നം. രഘുരാമൻ അവിടെ എത്തിയതിനു ശേഷം ആ പഴങ്കഴിപ്പ് നിർത്തുകയാണ്. അപ്പോൾ പിന്നെ കുരുവിനും അവിടെ പ്രസക്തിയില്ല, പഴത്തിനും അതിനകത്തിരിക്കുന്ന കുരുവിനും യാതൊരു പ്രസക്തിയുമില്ല നിങ്ങൾ പഴം കഴിക്കുന്നത് വരെ. അപ്പോൾ മതം വേണ്ട, മതം തന്നിട്ടുള്ള ഒരു സാധനവും വേണ്ട.
നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സെൻസുകൾ വെച്ചിട്ട് നിങ്ങളവിടെ സന്തോഷമായിട്ട് ജീവിക്കൂ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പക്ഷേ അവിടെ അങ്ങനെയും പറയുന്നില്ല. അത് പിന്നെ മുഴുവൻ സിനിമ ഒരു വട്ടം കൂടി കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതൊരു നിരീശ്വരവാദി സിനിമയാണല്ലോ. മലയാളത്തിലുണ്ടായിട്ടുള്ള നിരീശ്വരവാദം വിശ്വാസികൾക്ക് പോലും മനസ്സിലാവാത്ത രീതിയിൽ ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണല്ലോ. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഈ സിനിമ റീവാച്ച് ചെയ്തു. സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുരുവിൻ്റെ അനുഗ്രഹം എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ കാര്യങ്ങളിലൂടെയാണ്. കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ ഭാരതം ലോകത്തിൻ്റെ സെൻട്രൽ പോയിന്റ് ആയിട്ട് മാറുമെന്നും ഒരു കാലത്ത് ലോകത്തിൻ്റെ ഗുരുസ്ഥാനമുണ്ടായിരുന്ന ഭാരതത്തിന് അതിൻ്റെ പഴയ മഹത്വം തിരിച്ചു കിട്ടുമെന്നും 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച നോസ്ട്രഡാമസ് എന്ന പ്രവാചകൻ പ്രവചിച്ചിരുന്നു. പ്രവചനത്തിനെ സാധൂകരിച്ച് ഇവിടെ ഒരു പുതിയ തലമുറ പിറക്കുന്നു. ആ സത്സന്താനങ്ങളുടെ പരമ്പരയിലൂടെ ബ്രഹ്മഹിതം നിറവേറുമെന്ന് ബ്രഹ്മശ്രീ കരുണാകര ഗുരു ലോകത്തെ അറിയിക്കുന്നു. ആ പ്രപഞ്ച ഗുരുവിൻ്റെ പാതാരവിന്ദത്തിൽ മനസാവാച കർമ്മണ ഈ ചലച്ചിത്രം സമർപ്പിക്കുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് സിനിമ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. 20-ാം നൂറ്റാണ്ടൊക്കെ ആവുന്ന സമയത്തേക്ക്, അതിനും കുറേ കാലങ്ങൾക്ക് മുമ്പാണല്ലോ ഈ സിനിമ ഇറങ്ങുന്നത്, അതിനുശേഷമുള്ള തലമുറയ്ക്ക് ഒരുപാട് പുതിയ അറിവുകൾ കിട്ടുകയും അവർ ഭാരതത്തിനെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഒരു കാലത്ത് ലോകത്തിൻ്റെ ഗുരുസ്ഥാനം ഭാരതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നത് എപ്പോഴാണ് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതുണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ മാപ്പിൽ വരച്ചിടുന്ന ഈ ഒരു കാര്യം ഉണ്ടാകുന്ന സമയത്ത് ഭാരതം ലോകത്തിൻ്റെ ഗുരുസ്ഥാനീയരായിരുന്നു എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. ഇനിയാണെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ചോദ്യമുണ്ട്. എന്തായാലും 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഭാരതം 20-ാം നൂറ്റാണ്ടോടുകൂടി ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്തെത്തുമെന്നുള്ളത്. അതായത് നമുക്ക് എന്തോ ഒരു കാര്യം കിട്ടാനുണ്ട്, നമ്മളിങ്ങനെ വളർന്നിട്ട് നമ്മളെന്തോ പ്രൂവ് ചെയ്യാനുണ്ട്, ലോകത്തിൻ്റെ ഒരു ടോപ്പിൽ നമ്മൾ വരാനുണ്ട്. ഇതെല്ലാ വിശ്വാസങ്ങളുടെയും ഒരു ബേസിക് പരിപാടിയാണ്. ഇപ്പം മതങ്ങൾ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില മതങ്ങൾ പറയാം നിങ്ങൾ സ്വർഗ്ഗത്തിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഈ വഴിയെ പോകണം, എന്നാലേ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ. ഈ അഭിവൃദ്ധിയുടെ എൻഡ് പോയിൻ്റ് ആയിട്ട് അവർ പറയുന്നത് സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് അത് കിട്ടും, സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് ഇത് കിട്ടും എന്നുള്ളതാണ്. വേറെ ചില മതങ്ങൾ പറയുന്നത് നിങ്ങൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു വരും. ഇത് എല്ലാ മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ അടിപൊളി ലോകമായിരിക്കും, അപ്പോൾ നിങ്ങളായിരിക്കും നമ്പർ 1. മറ്റ് മതങ്ങൾക്ക് ഇതിങ്ങനെ ഓരോ ഓഫറുകൾ ഉണ്ടാകും. ഇനി ഓഫറുകളൊന്നും കൊടുക്കാൻ പറ്റാതിരിക്കുന്ന മതങ്ങൾ ബേസിക്കലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ള മതങ്ങൾ കാരണം നമുക്കിവിടെ ജീവിക്കാൻ പറ്റാനുള്ള, നമ്മളെ കൊള്ളയടിച്ചാണ് അവർ വളർന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മതത്തിനെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നൊരു പരിപാടിയാണ്. എന്ന് പറയുന്നത് പോലത്തെ ഒരു ഓഫർ വെക്കലായിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് എഴുതി കാണിക്കുന്ന കാര്യമാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഈ പ്രവചനത്തിനെ സാധൂകരിച്ചുകൊണ്ട് ഇവിടെ പുതിയ തലമുറ പിറക്കുന്നു. ആ സത്സന്താനങ്ങളുടെ പരമ്പരയിലൂടെ ബ്രഹ്മഹിതം നിറവേറുമെന്ന്. ബ്രഹ്മഹിതം ഭാരതത്തിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണോ? അപ്പോൾ ദൈവം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ മാത്രമല്ലേ? ആ ദൈവത്തിന് ഭാരതത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മാത്രമല്ലേ നോക്കാൻ പറ്റുള്ളൂ? അല്ലെങ്കിൽ ഈ ഒരു മാപ്പിൽ വരയ്ക്കുന്ന ഇത്രയും ജനങ്ങളാണ് ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്ത് നിൽക്കേണ്ടത്, ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ കീഴിലാണ് നിൽക്കുന്നതെന്ന് ചിന്തിക്കുന്ന ഇത്രയ്ക്ക് ചീപ്പാണോ ദൈവം? അല്ലെങ്കിൽ ബ്രഹ്മഹിതം എന്ന് പറയുന്നത് ഭയങ്കര സെൽഫിഷ് ആയിപ്പോയില്ലേ? ആഫ്രിക്കക്കാരൻ ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്ത്, അല്ലെങ്കിൽ ആ ഗുരുസ്ഥാനീയരുടെ കൂടെ ഉണ്ടായിക്കോട്ടെ, എന്താ കുഴപ്പം? ന്യൂസിലാൻഡിൽ നിന്ന് ഒരാൾ വരട്ടെ, ടെക്സസിൽ നിന്ന് ഒരാൾ വരട്ടെ, ഇങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വരട്ടെ, ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഗുരു കോൺക്ലേവ് ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഭാരതം മാത്രം ലോകത്തിൻ്റെ ഗുരുസ്ഥാനീയർ എന്ന് പറയുമ്പോൾ ഭാരതത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഭാരതത്തിലെ കുറച്ച് ആ കോൺസെപ്റ്റിൽ തന്നെ അതിൽ കോമഡി ഉണ്ട്. ഇവിടെ തന്നെയുള്ള കുറച്ച് ആളുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഏതൊരു ദൈവം, ആ ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്പർ 1 ആവുമെന്നാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ദൈവമില്ലേ? അവരൊക്കെ അവരുടെ പ്രിയപ്പെട്ട രാജ്യത്തുള്ള ആളുകൾ ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്തെത്തട്ടെ എന്നല്ലേ പറയുക. എന്തായാലും ഈ പറയുന്ന ബ്രഹ്മഹിതം നിറവേറുമെന്ന് ബ്രഹ്മശ്രീ കരുണാകര ഗുരു ലോകത്തെ അറിയിച്ചിരിക്കുന്നു. ആ പ്രപഞ്ച ഗുരുവിൻ്റെ, അതായത് ഈ ലോകത്തിൻ്റെ മുഴുവൻ ഗുരുവായി മാറുക എന്ന് പറയുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, ഈ ലോകത്തുള്ള ഏത് പരമാണുവിനും അതിനാവശ്യമായ കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു ആറ്റത്തിന് എടുത്താലും അതിനാവശ്യമായ കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഗുരു. അങ്ങനെ ഒരാളെ വിളിക്കുക എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ ദൈവം എന്നൊരാളെ ഇൻഡയറക്ട്ലി വിളിക്കുന്ന പോലെയാണ്. എന്തായാലും ആ പ്രപഞ്ച ഗുരുവിൻ്റെ പാതാരവിന്ദത്തിൽ മനസാവാചാ കർമ്മണ ഈ ചലച്ചിത്രം സമർപ്പിക്കുന്നു. അദ്ദേഹമാണ് പ്രപഞ്ച ഗുരുവെന്നും അതല്ലാതെയുള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ അല്ലാതെ പിന്തുടരുന്ന ആചാരങ്ങളൊക്കെ തന്നെയും ഒരു അന്ധതയുടെ ഭാഗമാണ് എന്നുമാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. ഈ പറയുന്ന ഒരു പ്രസൻറ്റേഷനിൽ തന്നെ ആ കാര്യമുണ്ട്. അത് കഴിഞ്ഞ് അടുത്തത്, അജ്ഞതയുടെ തിമിരം കൊണ്ട് അന്ധരാകുന്നവരെ അറിവിൻ്റെ അഞ്ജനത്താൽ കണ്ണു തുറപ്പിക്കുന്നവനാണ് ഗുരു. അതായത് അറിവില്ലായ്മ കൊണ്ട് അന്ധത ഉണ്ടാകുന്നു. അങ്ങനെ അന്ധരായിട്ടുള്ള ആൾക്ക് അറിവിൻ്റെ അഞ്ജനം എഴുതി കൊടുത്ത് കണ്ണ് തുറപ്പിക്കുന്നവൻ ഗുരു. പിന്നെ അടുത്തത് വീണ്ടും ഉണ്ട്, നാളെ നമ്മുടെ നാട്ടിൽ സംഭവിക്കാവുന്ന മഹാദുരന്തം ഒഴിവാക്കാൻ മനുഷ്യ മനസാക്ഷിക്ക് നേരെ പിടിക്കുന്ന ഒരു കണ്ണാടിയാണ് ഈ ചിത്രം. ഇതിലെ കലാപങ്ങൾ സാങ്കല്പികം മാത്രം. ആൻഡ് കലാപാനന്തരമുള്ള ഒരുപാട് ഭീകര രൂപങ്ങൾ, അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള അവശേഷിപ്പുകൾ നമ്മളെ കാണിക്കുന്നുണ്ട്. അതിലൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു സിനിമ എന്നുള്ള രീതിയിൽ, അതിൻ്റെ ഒരു ടെക്നിക്കലി, അതിൻ്റെ ഒരു എക്സിക്യൂഷൻ എന്നുള്ള രീതിയിൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ഗുരു. പക്ഷേ ഇതിൻ്റെ അകത്തടങ്ങിയിട്ടുള്ള മെസ്സേജ് കാലങ്ങൾക്കിപ്പുറം റീവാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര നിഷ്കളങ്കമായി
അത്രയും നിഷ്പക്ഷമായും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ കലാപാനന്തരമുള്ള പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭ്രാന്തൻ അവിടെ വന്ന് പറയുന്നുണ്ട്, കണ്ണ് കാണാത്ത മക്കളെ, ഈ ലോകം ഇരുട്ടിലാണ് മക്കളെ. അതായത് ഇക്കണ്ട് കാണായ മതങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ മതങ്ങളൊക്കെ അഭ്യസിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇനി വള്ളിക്കോട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് ഇതിൻ്റെ ഫോക്കസ് പോകുന്നത്. ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത പോലീസ് സ്റ്റേഷൻ പോലും വേണ്ടാത്ത മതസൗഹാർദ്ദമുള്ള ഒരു ഗ്രാമം എന്നാണ് പറയുന്നത്. ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് പറയുന്നത്. കാരണം അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ പ്രശ്നങ്ങളില്ല. ഒരു അമ്പലത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അമ്പലത്തിലെ ഉത്സവത്തിന് എണ്ണ കൊണ്ടുവരുന്നത് പള്ളിയിൽ നിന്ന്, തേര് വലിക്കുന്നത് മോസ്കിൽ നിന്ന്, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കുന്നത് മോസ്കിൽ നിന്ന്, ഇങ്ങനെയൊക്കെയുള്ള ഡിസ്കഷനാണ് നടക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കുന്ന കുറച്ച് ആളുകളുണ്ട്. പക്ഷേ അതിനെയും എതിർത്തുകൊണ്ട് രഘുരാമൻ, നമ്മുടെ നായകൻ ലാലേട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം അവിടെ എത്തുന്നു. പക്ഷേ ഈ രഘുരാമൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഈ മതത്തിൻ്റെ ആചാര പരിപാടികളൊന്നും പാലിക്കാത്ത ആളാണ്. അയാൾ മദ്യപിക്കും, വിശ്വാസിയേ അല്ല, പൂണൂല് വലിച്ചെറിഞ്ഞ ആളാണ്. എൻ്റെ അവിടെ ഒരു പൊളിറ്റീഷ്യൻ ഉണ്ട്. ആ പൊളിറ്റീഷ്യൻ ഏത് പാർട്ടിയാണ് എന്ന് വ്യക്തമായിട്ടൊന്നും കാണിക്കുന്നില്ലെങ്കിലും അയാളുടെ പേര് വേമ്പനാടൻ എന്നാണ്. ഈ വേമ്പനാടനും രഘുരാമനും തമ്മിൽ ഒരു കശപിശയൊക്കെ ഉണ്ട്. ആ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചെറിയ തോതിൽ കുട്ടികൾ കളിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് പറയാം, മതപ്രശ്നത്തിൻ്റെ ഒരു തുടക്കം, ഇതിനെ ആളി കത്തിക്കുന്നത് വേമ്പനാടനാണ്. ഇതിൽ ഈ രാമൻ, സീത, രാവണൻ എന്നൊക്കെ പറയാവുന്ന, അങ്ങനെ കൽപ്പിക്കാവുന്ന കുറച്ച് ഓപ്ഷനുകളുണ്ട്. പക്ഷെ അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും അവിടെ ഒരു കുഞ്ഞു കലാപം ഉണ്ടാവുന്നു. അതിനെ രാഷ്ട്രീയ പ്രവർത്തകർ കൂടി ഇടപെട്ടുകൊണ്ട് വലിയൊരു കലാപമാക്കി മാറ്റുന്നു. മദ്യപിക്കുന്ന ആൾക്കാരിലേക്ക് ഈ യുദ്ധത്തിൻ്റെ രക്തക്കുതിയുള്ള ഗ്രാഫിക്കൽ രൂപങ്ങളൊക്കെ പ്രവേശിക്കുന്നു. അവർ വീണ്ടും കൊലപാതകങ്ങൾ തുടർക്കഥയാക്കുന്നു. ഇതിനിടയ്ക്ക് രഘുരാമനും സംഘവും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ രക്ഷപ്പെട്ട് എത്തിയെടുത്ത് വന്ന് അവരെ ആളുകൾ ആക്രമിക്കുന്നുണ്ട്. രഘുരാമൻ ബാക്കിയാവുകയാണ്. എന്തായാലും ഗ്രാജുവലി രഘുരാമൻ ഒരു ചാവേർ പടയിലേക്ക് എത്തുന്നുണ്ട്. അതൊരു ഹൈന്ദവ വിശ്വാസികളായ ചാവേർ പടയാണ്. അവർ ഇസ്ലാമിക വിശ്വാസങ്ങൾ പിന്തുടരുന്നവരെ നശിപ്പിക്കുക, അതാണ് അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദു മുസ്ലിം കലാപം എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ചാവേർപ്പടയുടെ ഭാഗമായി ആക്രമിക്കാൻ പോകുമ്പോൾ ഇയാളെ പോലീസ് പിടികൂടുന്ന ഒരു സിറ്റുവേഷനിൽ അയാൾ പുഴയിലേക്ക് ചാടി രക്ഷപ്പെടും. അവിടെ നിന്നുകൊണ്ട് അയാൾ ശാന്തിഗിരി ആശ്രമത്തിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഒരു പെൺകുട്ടി, നമ്മുടെ കഥയിലെ നായിക നമുക്ക് വിളിക്കാവുന്ന, ഗുരുവിൻ്റെ പ്രത്യേക അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഒരു പെൺകുട്ടി, അവളെ സീതയെന്ന് രഘുരാമൻ വിളിക്കുന്നുണ്ട്. വേമ്പനാടൻ എന്നുള്ളതിലെ ബായും നായും എടുത്തു മാറ്റിയാൽ അത് വേടൻ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ വായിക്കാം. മാത്രമല്ല ഇവർ തമ്മിലൊരു മുൻജന്മ ബന്ധം ഉണ്ടായിരുന്നു. പൂർവ്വജന്മത്തിൽ ഈ രഘുരാമനും സീതയും കണക്റ്റഡ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ സിനിമയിൽ പലയിടത്തായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ആ സീത ആ ആശ്രമത്തിലെ വൈദേഹിയാണ്. അവിടെ കുഞ്ഞു കുഞ്ഞ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഗുരുവിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് നടക്കുന്ന വൈദേഹിയെ നമ്മൾ കാണുന്നുണ്ട്. ആ ശാന്തിഗിരി ആശ്രമത്തിൽ വെച്ച് രഘുരാമൻ അവിടെ ഒളിവിൽ കഴിയുന്ന ചാവേർ പടയുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഗുരുവാണി വായിക്കുന്നുണ്ട്. ഗുരുവാണി ഇങ്ങനെയാണ് പോകുന്നത്: നാട് നന്നാവാൻ വീട് നന്നാവണം, ആദ്യ ഗുരുവായ അമ്മ നന്നാവണം, സ്ത്രീയെ വിവേകിയാക്കിയാൽ ലോകം നന്നാവും. ആൻഡ് അങ്ങനെയുള്ള ആ സ്ത്രീക്ക് വേണ്ടുന്ന ഗുണങ്ങൾ: സത്യശുദ്ധി ഉണ്ടാവണം, മനഃശുദ്ധി ഉണ്ടാവണം, പാതിവൃത്യ ശുദ്ധി ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടൊരു കഥയൊക്കെ പറയുന്നുണ്ട്. അനസൂയയുടെ പാതിവൃത്യ ശുദ്ധിയിൽ അസൂയ പൂണ്ടിട്ടുള്ള ത്രിമൂർത്തികളുടെ ഭാര്യമാർ അവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രിമൂർത്തികളെ അങ്ങോട്ടേക്ക് അയക്കുന്നു. അവിടെ ചെന്നിട്ട് പിറന്ന പടി നിന്ന് ഞങ്ങളെ സൽക്കരിക്കണം എന്ന് അവരെ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഉടനെ തന്നെ അനസൂയ ഭർത്താവിൻ്റെ കാല് കഴുകിയ വെള്ളം എടുത്ത് തളിച്ചു കഴിഞ്ഞപ്പോൾ ഈ 3 ദേവന്മാരും അവർ കൈക്കുഞ്ഞുങ്ങളായി മാറി. എന്നിട്ട് അവരെ വേണ്ട വിധത്തിൽ സത്കരിച്ചു എന്നും പറയുന്നുണ്ട്. എനിക്ക് ഈ കഥയൊക്കെ കേട്ടപ്പോൾ ഫീൽ ചെയ്തത്, ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് വരുന്ന ആളുകളോട് കടക്കുപുറത്ത് എന്ന് പറയാനുള്ള മനഃശുദ്ധിയല്ല, മനക്കരുത്തും ആരോഗ്യവും അനസൂയയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളതാണ്. ഗുരുവാണിയിലെ കഥയ്ക്ക്, ഗുരുവാണിയിൽ പറയുന്നത് വേറെ അതിനു മുമ്പുള്ള കഥകളൊക്കെയാണ്. പക്ഷേ ആ കഥയിലും കാര്യങ്ങളിലൊക്കെ തന്നെ എനിക്ക് പല ചോദ്യങ്ങളുണ്ട്. എനിവേ, അതിനും ഈ സിനിമയിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഗുരുവിൻ്റെ ആശയങ്ങൾ, ഗുരുവിൻ്റെ പിന്നാലെ പോവുക, ഗുരുവാണ് ഏറ്റവും ലാസ്റ്റ് വേർഡ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഗുരുവാക്കി സ്ത്രീയെ മാറ്റണം, അതിന് ഈ ഗുരുവിൻ്റെ കയ്യിൽ നിന്നുള്ള ഗുരുവാണിയൊക്കെയാണ് നിങ്ങൾ ആശ്രയിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് വന്നത്. എന്തായാലും ചാവേർപ്പടയുടെ പുതിയ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് രഘുരാമൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഈ ഗുരുവിൻ്റെ പാദരക്ഷകൾ സൂക്ഷിക്കുന്നതിന് അടുത്ത് വെച്ചിട്ട് വൈദേഹി രഘുരാമനെ തടയുകയാണ്. ഈ പുള്ളിക്കാരി എന്ന് പറയുന്നത് പിതൃശുദ്ധി ചെയ്ത ഗുരു പരമ്പരയിലെ കണ്ണിയാണ് എന്നാണ്. അതായത് ഈ ഗുരു പരമ്പര പിതൃശുദ്ധി ചെയ്യുക എന്ന് പറയുന്ന സാധനങ്ങളിലേക്കൊന്നും ഞാൻ അധികം പോയിട്ടില്ല. കാരണം നമ്മൾ പറയുന്ന വിഷയം അതല്ലല്ലോ. എന്തായാലും അച്ഛൻ്റെ വഴിയിൽ എല്ലാവരും വളരെ ക്ലിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഗുരു പരമ്പരയാണോ എന്താണ് അതിൽ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ചെയ്യുക. എന്തായാലും വെളിച്ചവുമായി പോകുന്ന ആളുകൾ, അവർ ഓരോ കാലഘട്ടത്തിലും ഓരോ ആളുകൾ ഇങ്ങനെ വെളിച്ചവുമായി മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവരനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് രഘുരാമനെ കൊണ്ട് ഗുരുവിൻ്റെ പാദരക്ഷകളിൽ
തൊടുവിക്കുകയാണ് വൈദേഹി ചെയ്യുന്നത്. അങ്ങനെ തൊട്ട് കഴിയുമ്പോഴേക്കും ലാലേട്ടൻ രഘുരാമൻ അദ്ദേഹം ഈ മഞ്ഞുപാളികളൊക്കെ തകർന്നടിഞ്ഞ്, അതായത് വളരെ സമാധാനപൂർണ്ണമായ മഞ്ഞുമലയുടെ മുകളിൽ മാത്രമാണ് സമാധാനമുള്ളത്. അപ്പോൾ ആ സമാധാന ലോകത്ത് നിന്ന് അദ്ദേഹം തെന്നി വീഴുകയാണ്. തെന്നി വീണ് ഒരു താഴ്വരയിലെത്തുന്നു. അവിടെ ആർക്കും കണ്ണ് കാണില്ല. മാത്രമല്ല, കണ്ണെന്ന് പറയുന്നത് അങ്ങനെ ഒരു സെൻസേ ഇല്ല എന്ന് എല്ലാ കുട്ടികളെയും പുതിയ തലമുറയും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ കണ്ണൊക്കെ അവർ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻസാണ്. കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ളൊരു സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ പറയുന്ന സെൻസാണ് അവിടെ ഇല്ലാതായിരിക്കുന്നത്, ഒരു പെർട്ടിക്കുലർ സെൻസ്. ആ സെൻസ് ഇല്ലയെന്ന് തലമുറകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു സെൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും അതിതാണെന്നും ഒക്കെ അറിയാവുന്ന ആളായിട്ടാണ് രഘുരാമൻ അവിടെ എത്തുന്നത്. മറ്റേതൊരു കഥകളും ഒക്കെ എടുത്തു നോക്കിയാൽ നമ്മൾ കാണുന്നത് പോലെ പുതിയൊരു വഴിയുമായി വരുന്ന ഒരു പ്രവാചകൻ ഉണ്ടാവും. പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ജനങ്ങൾ ആരും സമ്മതിക്കില്ല. ചിലപ്പോൾ അദ്ദേഹത്തിനെ കല്ലെറിയും. എന്തായാലും അദ്ദേഹം ഒരു കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. പക്ഷേ കൊല്ലപ്പെട്ടു എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് അയാൾ തിരിച്ചു വരുന്നു. പുനർജനിച്ച് വന്നുകൊണ്ട് ആളുകൾക്കൊരു വലിയ തെളിവായിട്ട് മാറുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് ജനങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇവിടെയും അത്ഭുതം എന്ന് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ രഘുരാമൻ ചെയ്യുന്നുണ്ട്. കൊട്ടാരത്തിനകത്തേക്ക് രമണകൻ എന്ന് പറയുന്ന മധുപാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അത്ഭുത പ്രവർത്തികൾ, ഇങ്ങനെ ഈ പ്രവാചകന്മാരുടെ കഥകളിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ സിനിമയിലും സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഇതിൽ എനിക്ക് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യം, രഘുരാമനെ ആദ്യം വിശ്വസിക്കുന്ന ആളായിട്ട് രമണകനെയും സ്യമന്തകയും കാണിച്ചു എന്നുള്ളതാണ്. കാരണം അവർ പ്രണയിക്കുന്നവരാണ്. അവർക്കിടയിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അവരുടെ പോലും കൺട്രോളിലുള്ളതല്ലാത്ത അനർഗളം പ്രവഹിക്കുന്ന സ്നേഹമാണ്. അത് വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു പ്രണയമാണ്. അവിടെ തിരിച്ചവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നിസ്വാർത്ഥമായ പ്രണയമാണ്. ആ പ്രണയത്തിലാണ് ഇയാൾക്കൊരു വഴി തുറന്ന് കിട്ടുന്നത്. അതായത് എത്ര വലിയ വിശ്വാസത്തിനെയും ആളുകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ എത്ര കഠിനമായ വിശ്വാസങ്ങളെയും പൊളിച്ചെഴുതുക എന്ന് പറയുന്നത് അത് നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ പാതയിലൂടെ നടക്കുള്ളൂ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണത്. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ വീണ്ടും ഈ സിനിമയുടെ പൂർണ്ണമായ ഒരു അർത്ഥത്തിലേക്ക് വരുമ്പോൾ അതിൽ വ്യത്യാസം സംഭവിക്കും. എന്തായാലും നീചഗോത്രത്തിൽ പിറന്ന രമണകൻ എന്ന് പറയുന്ന ഗായകന്, പുള്ളിയുടെ അച്ഛൻ എന്നൊക്കെ പറയുന്നത് ഒരുപാട് സംഗീതോപകരണങ്ങൾക്ക് ഉണ്ടാക്കി വിൽക്കുന്ന ഒരാളാണ്. അവരുണ്ടാക്കുന്ന സംഗീതോപകരണങ്ങളിലും അതിൻ്റെ ഷേപ്പിലും ഒക്കെ നമുക്ക് വ്യക്തമാണ് അവിടെ മുൻപ് കാഴ്ചയുള്ളവർ ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്തായാലും രമണകന് സ്യമന്തകയെ നേടിക്കൊടുക്കുക എന്നുള്ള ലക്ഷ്യം ഇയാൾ ഏറ്റെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം ഇവരുടെ ഈ അന്ധതയുടെ കാരണം എന്താണ് എന്ന് അയാൾ താഴ്വര മുഴുവൻ അന്വേഷിക്കുന്നുണ്ട്. കിട്ടുന്നില്ല. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇദ്ദേഹം ഈ ഇലാമപ്പഴം കഴിക്കുകയാണ്. ഇതിനു മുമ്പ് ഈ പറയുന്ന വിശ്വാസങ്ങളെ കുട്ടികളിലേക്ക് എത്തിക്കുന്ന ആളുകളെ, അധ്യാപകരെ ഇയാൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ജനങ്ങളെ ഭരിക്കുന്ന രാജാവിനെ ഇയാൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അവിടുത്തെ ശാസ്ത്രജ്ഞർ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളെ ഇയാൾ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ഇവർക്ക് അറിയാത്തൊരു സെൻസിനെയും കൂടി അറിയാം എന്നുള്ള ധാരണയിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്ക് അറിയാത്തൊരു കാര്യമുണ്ട് എന്നാണ് ഇയാൾ ഇവരോടൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഇയാൾ ഇലാമപ്പഴം കഴിക്കുന്നു. അങ്ങനെ പഴം കഴിച്ച് അയാൾ മയങ്ങിപ്പോകുന്നു, കണ്ണിൻ്റെ കാഴ്ച അടിച്ച് പോകുന്നു. അത് കഴിഞ്ഞ് രാജാവിനടുത്ത് ചെല്ലുമ്പോൾ ഇയാൾക്കുള്ള മരണശിക്ഷ വിധിക്കുകയാണ്. ഈ ഇലാമപ്പഴത്തിൻ്റെ കുരു, ഇലാമപ്പഴത്തിനെ അല്ലേ ഇയാൾ അപമാനിച്ചത്, അതുകൊണ്ട് ഇലാമപ്പഴത്തിൻ്റെ കുരു കഴിച്ച് തന്നെ ഇയാളെ തട്ടിക്കളയാം. അങ്ങനെ ഇലാമപ്പഴത്തിൻ്റെ കുരു പിഴിഞ്ഞ് ചാറ് കൊടുക്കുന്നു. ആ ചാറ് കുടിച്ച് ഇദ്ദേഹത്തിൻ്റെ കാഴ്ച തിരിച്ചു വരുന്നു. എന്തായാലും ഈ കാഴ്ച പോകൽ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് രമണകൻ പറയുന്ന ഒരു കഥയുണ്ട്. ഈ താഴ്വരയിൽ ജനിച്ചു വീഴുന്ന കുട്ടികൾക്കെല്ലാം ഒരു ദിവസം മാത്രമേ ആയുസുള്ളൂ എന്നൊരു ഘട്ടം വന്നു. അപ്പോൾ ഇവരുടെ പൂർവികരെല്ലാവരും പാറയുടെ ദേവതയോട് പ്രാർത്ഥിച്ചു. അതൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് എഴുത്താണ് കേട്ടോ. അതായത് അവർക്ക് തൊട്ടറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ദൈവത്തിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ദൈവത്തിനെ ഉണ്ടാക്കുന്ന ദൈവം ആകാശത്ത് നിന്ന് വരുന്നു എന്ന് പറയുന്നത് നമുക്കറിയാത്തൊരു പരിപാടിയാണല്ലോ. ദൂരെ എവിടെയോ ബ്ലൂ കളറിലുള്ളതാണ് ഇതിൻ്റെ എൻഡ് പോയിന്റ് അറിയില്ല. അപ്പോൾ ദൈവം അവിടെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിനെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ദൈവത്തിന് രൂപമില്ല, അല്ലെങ്കിൽ ദൈവം നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ജീവികളുടെയൊക്കെ പുറത്ത് കയറിയാണ് യാത്ര ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതികളാണ് ദൈവത്തിനെ ബിൽഡ് ചെയ്യുന്നത്. ഇവരുടെ നിലവിലുള്ള സെൻസ് വെച്ചിട്ട് പാറ അറിയാം. ഈ പാറ ഇവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ പാറ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അതിലൊരു ദൈവമുണ്ട്. പാറകളുടെ ദേവതയെ പ്രാർത്ഥിച്ചു. ദേവത ഒരു വിത്ത് വാരി എറിഞ്ഞു. അത് മുഴുവൻ ഇലാമപ്പഴങ്ങളുടെ മരങ്ങളായി വളർന്നു. ആ പഴം കഴിച്ചതോടുകൂടി കുട്ടികൾ ഒറ്റ ദിവസം കൊണ്ട് മരിച്ചു പോകുന്നു എന്ന് പറയുന്ന പ്രശ്നം നിന്നു. പക്ഷേ അതുകൊണ്ടാണ് കാഴ്ച പോയതെന്നുള്ളത് അവിടെയുള്ള ആർക്കും അറിയില്ല. പക്ഷേ അവിടുത്തെ രാജാവുണ്ട്, ക്യാപ്റ്റൻ രാജു അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം. കാഴ്ചയുടെ മഹത്വം പറഞ്ഞു വരുന്നവൻ ദൈവപുത്രനാണ് എന്ന് പറയുന്നത് പോലത്തെ ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ട്. അത് എവിടെ നിന്ന് വന്നതായിരിക്കും? നമുക്ക് വെറുതെ ഒരു എക്സാമ്പിൾ എടുക്കാം. അവിടെ ഈ പറയുന്ന പഴമുള്ള മരം ഉണ്ടാവുന്നു. ഈ പഴം കഴിക്കുമ്പോൾ ആളുകൾ അന്ധരാവുന്നു എന്നുള്ള കാര്യം അറിയാതെ കുറേ ആളുകൾ അത് കഴിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ പഴത്തിനെ, ഈ മരത്തിനെ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏതെങ്കിലും ഒരു ദുഷ്ടലാക്കോടുകൂടി ആരെങ്കിലും ചെയ്തതായിരിക്കാം. അങ്ങനെ പലരും ഇത് കഴിക്കുന്നവരെല്ലാം അന്ധരായി മാറുകയും ചെയ്തു. അല്ലെങ്കിൽ ഒരു രാജാവിനാണ് ആദ്യം ഈ പണി കിട്ടിയത്. പുള്ളി അങ്ങ് തീരുമാനിച്ചു ഈ നാട്ടിലുള്ള എല്ലാവരും ഇത് കഴിക്കണമെന്ന്. അങ്ങനെ ഈ മരത്തിൻ്റെ കുരുവൊക്കെ എല്ലായിടത്തും കൊണ്ട് നട്ടുവെച്ച് എല്ലാവരെയും അന്ധരാക്കി മാറ്റിയതായിരിക്കാം. പക്ഷേ ഈ അന്ധരാക്കി മാറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ അന്ധത അനുഭവിക്കേണ്ടി വന്ന രാജാവിന്, ആദ്യം ഈ പണി കിട്ടിയ രാജാവിന്, പുള്ളിക്കറിയാം ഇതിൻ്റെ മാർഗ്ഗം എവിടെയുണ്ട്.
എന്തായാലും ആ വഴിയുമായിട്ട് വരുന്നയാൾ ദൈവപുത്രൻ, അല്ലെങ്കിൽ അയാൾ ഒരു വലിയ മനുഷ്യൻ തന്നെയാണ്, വലിയൊരു കണ്ടുപിടുത്തമാണ് നടത്തുന്നത്, അതിനെ അംഗീകരിക്കണം എന്നുള്ള അർത്ഥത്തിൽ രാജാവിന് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ബാക്കി പ്രജകൾക്കൊന്നും ഈ പരിപാടി അറിയണ്ടാവില്ല. അപ്പോൾ പ്രജകൾ പേടിക്കാതിരിക്കുക, അവർ പാനിക് ആവാതിരിക്കുക, അവരുടെ അറിവിനപ്പുറമുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ ആവാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അവർ അന്ന് പ്രചരിപ്പിച്ചൊരു കഥയായിരിക്കും ഇത്. എന്നാൽ രാജാവിനും അവരുടെ സന്തതി പരമ്പരകൾക്കും അറിയാം വെളിച്ചത്തിൻ്റെ സത്യവുമായി ഒരാൾ കടന്നു വരും എന്നുള്ളത്. പല മതങ്ങളിലും പല മതപ്രചാരണങ്ങളിലും ഒക്കെ സംഭവിച്ചുള്ള നമ്മൾ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ അടിച്ചേൽപ്പിച്ച് പോകുന്ന പോലത്തെ ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഈ കുരുവിൻ്റെ ചാറ് കൊടുത്താൽ കാഴ്ച തിരിച്ച് കിട്ടും എന്നുള്ള കാര്യം രഘുരാമൻ അറിഞ്ഞു. എന്തായാലും ജനങ്ങൾക്ക് മുഴുവൻ ഇത് കൊടുക്കാൻ തീരുമാനിച്ചു, എല്ലാവരും വരാനും തീരുമാനിച്ചു. പക്ഷേ അപ്പോൾ ഒരു അശരീരി കേൾക്കുന്നുണ്ട്. ആത്മശുദ്ധി വേണം, പ്രാർത്ഥിക്കണം, എന്നാൽ മാത്രമേ ഇത് ഫലിക്കുള്ളൂ. വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം. അവിടെ നല്ല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഗുരുവാണ് ദൈവം. ദൈവം ഗുരുവാണെന്നല്ല പറയുന്നത്, ഗുരുവാണ് ദൈവം. അല്ലെങ്കിൽ പിന്നെ വാക്കാണ് സത്യം എന്ന് പറയുമ്പോൾ സത്യം എന്താണോ അതാണ് വാക്ക് എന്നല്ലല്ലോ. വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം. മരുന്നെല്ലാം കൊടുത്ത്, അല്ലെ കുരുവിൻ്റെ ചാറൊക്കെ കൊടുത്ത് ഗുഹയ്ക്കുള്ളിൽ അടച്ചു വെച്ചതിന് ശേഷം രഘുരാമൻ ഈ ഭടന്മാരുടെ പിടിയിലാവുന്നുണ്ട്. എന്നിട്ട് മുന്നിലുള്ള ആൾ ആരാണ് എന്ന് കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്നിട്ട് ഇയാളെ ഒരു മതിലിന് മുന്നിലാണ് കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ രഘുരാമൻ പറയുന്ന ഡയലോഗ് ഇങ്ങനെയാണ്: കാഴ്ചയുള്ളവരുടെ ലോകത്ത് മതങ്ങളുടെ മതിൽക്കെട്ടുകൾ ഈശ്വരനെ മറയ്ക്കുന്നത് പോലെ. ഈശ്വരനുണ്ട്, ഈശ്വരനെ മറയ്ക്കുന്നത് മതങ്ങളുടെ മതിൽക്കെട്ടുകളാണ്. അതായത് മതത്തിലെ ദുഷിപ്പുകളാണെന്നോ മതത്തിലെ പ്രാക്ടീസുകളാണെന്നോ മതങ്ങളെ ആളുകൾ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണോ എന്നൊന്നുമല്ല പറയുന്നത്. ഈശ്വരനെ മറയ്ക്കുന്നത് മതങ്ങളുടെ മതിൽക്കെട്ടുകളാണ്. മതിൽക്കെട്ടുകളില്ലാതെ മതം എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് എക്സിസ്റ്റൻസ് ഇല്ല. ഏത് മതം എടുത്ത് നോക്കിക്കോ. പ്രാദേശികമായിട്ട് ആളുകളുടെ ഉള്ളിലെ നന്മ കൊണ്ട് പല കാര്യങ്ങളും നമ്മളിതൊക്കെ അങ്ങ് മറക്കും. ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത്, ഒരാഘോഷം നടക്കുന്ന സമയത്ത് നമ്മൾ ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കില്ല. നമ്മുടെ ആസിഫ് അലിയൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ പണ്ട് വാർത്തകളല്ലാതിരുന്ന പലതും ഇന്ന് വാർത്തകളായിട്ട് മാറുന്നത്. അതായത് ഒരമ്പലത്തിൽ ഉത്സവം നടക്കുന്നു, അവിടുന്ന് ഒരു മുസ്ലിം പള്ളിയിൽ നിന്നാണ് ആളുകൾ വന്നിട്ട് രഥം വലിക്കുന്നതോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കാഴ്ചകളുള്ളതെങ്കിൽ പണ്ടതൊരു വാർത്തയല്ലായിരുന്നു, അതൊരു ജസ്റ്റ് ഒരു ഫോട്ടോയാണ്. ഇന്നത് വലിയ മതത്തിൻ്റെ വലിയ സന്ദേശമാണെന്ന് പറഞ്ഞ് വലിയ കുറിപ്പുകൾ വരാൻ തുടങ്ങി. അതിന് കാരണം മതങ്ങൾ തീർക്കുന്ന മതിൽക്കെട്ടുകൾ കുറച്ചും കൂടി വിസിബിൾ ആവുന്നു, കുറച്ചും കൂടി സ്ട്രോങ് ആവുന്നു എന്നുള്ളതുകൊണ്ടാണ്. എന്തായാലും അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: കാഴ്ചയുള്ളവരുടെ ലോകത്ത് മതങ്ങളുടെ മതിൽക്കെട്ടുകൾ ഈശ്വരനെ മറയ്ക്കുന്നത് പോലെ കാഴ്ചയില്ലാത്ത നിങ്ങളുടെ ലോകത്ത് ഈ മതിൽക്കെട്ട് സത്യത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്നു. സത്യത്തിൽ നിന്ന് മറയ്ക്കുന്നത് മതങ്ങൾ തീർക്കുന്ന മതിൽക്കെട്ടുകളാണ്. ആ സത്യം എന്താണ്? സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരെയും, രാജാവിനെ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല, നിങ്ങൾക്കുണ്ടായ അതേ പ്രശ്നം തന്നെയാണ് ഇവർക്കും ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഇവരെയും രക്ഷിക്കണം എന്ന് പറയുന്ന തനിക്ക് ഏർപ്പെട്ട ബുദ്ധിമുട്ടുകളെ പോലും സാരമില്ല, ക്ഷമിക്കണം എന്ന് തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് രഘുരാമൻ എത്തുമ്പോൾ അയാൾ തിരിച്ച് പ്രസന്റിലേക്ക് വരികയാണ്. ഇലാമ പഴങ്ങൾ ആരാധനാ ദോഷങ്ങളാണ്. അവിടെയാണ് ഈ ഒരു സെന്റൻസ് പറയുന്നത്. ആരാധനയുടെ ദോഷഫലങ്ങളാണ് അല്ലെങ്കിൽ ആരാധനാ ദോഷങ്ങളാണ് ഇലാമ പഴങ്ങളായിട്ട് വരുന്നത്. ഈ ലോകം അന്ധമാണ്. ദൈവമേ, എനിക്കാരെയും കൊല്ലണ്ട, എനിക്കാരോടും പകയില്ല, എനിക്കവരെ തടയണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മുന്നിട്ടിറങ്ങാണ്. ആ സമയത്ത് നായിക പറയുന്നുണ്ട്, ഇത് ഗുരുകാരുണ്യമാണ്. അത് കഴിഞ്ഞ് പുള്ളി ആളുകളെ തടയുന്നു, ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ആയുധം പിടിച്ചു വാങ്ങുന്നു. ആ സമയത്ത് വരുന്ന എഴുത്തിങ്ങനെയാണ്: കണ്ണുണ്ടായിട്ടും കാണാത്തവരുടെ ലോകമാണിത്. രഘുരാമ, നിനക്ക് ഗുരു തന്ന അറിവിൻ്റെ വെളിച്ചം പുതിയ തലമുറകളിലൂടെ ലോകത്തിന് പകരൂ. വരും നൂറ്റാണ്ടിൽ ഭാരതം ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്തെത്തട്ടെ. അത് വീണ്ടും എനിക്കൊരു അനാവശ്യ ഓഫറായിട്ടാണ് ഫീൽ ചെയ്തത്. ഭാരതം ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്തെത്തുക അല്ലെങ്കിൽ അമേരിക്ക ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്തെത്തുക എന്നൊക്കെ പറയുന്നത് പോലത്തെ അതൊരു ഓഫറല്ലേ? മതത്തിൻ്റെ മതിൽക്കെട്ടുകൾ എടുത്തു മാറ്റൂ, എന്നിട്ട് രാജ്യത്തിൻ്റെ മതിൽക്കെട്ട് നിങ്ങൾ സെറ്റ് ചെയ്യൂ എന്ന് ഗുരു പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആദ്യം നമ്മളൊരു സാധാരണ മനുഷ്യനാവുന്നു, അത് കഴിഞ്ഞൊരു മതത്തിൽപ്പെട്ട മനുഷ്യരാകുന്നു, മതത്തിൻ്റെ ആളുകൾ ഉണ്ടാകുന്നു, പല മതത്തിലുള്ള ആളുകൾ ഉണ്ടാകുന്നു, അവർ ചേർന്നൊരു ജില്ല ഉണ്ടാകുന്നു, ജില്ലകൾ ചേർന്നുകൊണ്ട് ഒരു സംസ്ഥാനം ഉണ്ടാകുന്നു, സംസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ട് രാജ്യങ്ങളുണ്ടാകുന്നു, രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഭൂഖണ്ഡങ്ങൾ ഉണ്ടാകുന്നു. എവിടെയാണ് നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ എവിടെയാണ് നമ്മുടെ ആളുകൾ അവരുടെ ആളുകൾ എന്ന് വേർതിരിക്കുന്നത്? ഭാരതം ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞാൽ ഈ മാപ്പ് വരച്ചിട്ടിരിക്കുന്ന അത്രയും സ്ഥലം ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്ത് എത്തുക എന്നൊക്കെ പറയുന്ന പോലെയല്ലേ? ലോകം മുഴുവൻ രഘുരാമന്മാർ നിറയട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ കുറച്ചും കൂടി ഒരു സെൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പോലും അവിടെ ഒരു പ്രശ്നം ഗുരുവിനെ ഫോളോ ചെയ്യുന്നവർ ഉണ്ടാവട്ടെ എന്നാണ്. മാത്രമല്ല ഈ ഗുരുകാരുണ്യമാണ് എന്ന് പറയുന്നുണ്ടല്ലോ, ഈശ്വര കാരുണ്യമാണ് എന്ന് നായിക പറയുന്നില്ല. മാത്രമല്ല ഈ ദൈവങ്ങളെയൊക്കെ വിശേഷിപ്പിക്കുന്നതിൽ നമ്മളിപ്പോൾ കാരുണ്യവാനായ അല്ലെങ്കിൽ പരമകാരുണികനായ എന്നൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്നത് ദൈവത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. പരമകാരുണ്യവാനായ, ചക്രവർത്തി, രാജാവ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് എൻ്റെ അറിവിൽ കുറവാണ്. ഉണ്ടാവുമായിരിക്കും കേട്ടോ, പക്ഷേ ബഹുഭൂരിപക്ഷ സമയത്തും നമ്മൾ ഈ കാരുണ്യം അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ മൂർത്തിഭാവം എന്ന് പറയുന്നത് അതെപ്പോഴും ദൈവത്തിന് വിട്ടുകൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഗുരുവിന് കൊടുക്കുന്നത്. ഇനി ആരാധനാദോഷങ്ങൾ അല്ലെങ്കിൽ മതങ്ങൾ തീർക്കുന്ന മതിൽക്കെട്ടുകൾ, ഇത് നമുക്ക് വേണ്ട.
അതായത് മതം പറഞ്ഞു കൊടുത്തിരിക്കുന്ന, അവരെ അന്ധരാക്കി വെച്ചിരിക്കുന്ന മതത്തിൻ്റെ പഠനങ്ങൾ വേണ്ട. അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ശാസ്ത്രജ്ഞർ എന്ന് പറഞ്ഞ വിലസുന്ന ആളുകളുണ്ട്, രാജാവുണ്ട്, അധികാരങ്ങളുണ്ട്, ഗോത്ര വിവേചനങ്ങളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, ഈ പറഞ്ഞ ഒരു പരിപാടിയും വേണ്ട. അവർക്ക് കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന കുട്ടിക്ക് ഇനി ഇലാമപ്പഴം അവർ കൊടുക്കില്ലല്ലോ. അല്ലെങ്കിൽ ഓരോ വട്ടവും ഇലാമപ്പഴം കൊടുത്തിട്ട് പിന്നെ കുരുവിൻ്റെ ചാറെടുത്ത് കൊടുക്കണം. അതായത് ഒരു കുട്ടിയെ അറിഞ്ഞുകൊണ്ട് അന്ധനോ അന്ധയോ ആക്കിയതിന് ശേഷം പിന്നെ കുരുവിൻ്റെ ചാറും കൂടി കൊടുത്തിട്ട് അവരെ കാഴ്ചയുടെ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ ഒരു സർക്കസ് അവിടെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ ഇലാമപ്പഴമേ വേണ്ട. ഇലാമപ്പഴം ഇല്ലാതാവുന്നതോടുകൂടി അവരുടെ സകല വിശ്വാസങ്ങളും സകല കാര്യങ്ങളും മാറി മറിയുകയാണ്. അവർ ഇതുവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന രീതികൾ മാറുകയാണ്. പാറയുടെ ദേവതകൾ കൊടുത്ത അനുഗ്രഹമാണ് ഇലാമപ്പഴം എന്ന് പറയുമ്പോൾ ഇലാമപ്പഴമേ പ്രശ്നമായി മാറുമ്പോൾ പാറയുടെ ദേവതയ്ക്ക് എക്സിസ്റ്റൻസ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദേവതയെ ഇല്ല, ഇതൊരു പഴങ്കഥയാണ് എന്നവർ മനസ്സിലാക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ പഴങ്കഥകളൊക്കെ എടുത്തു മാറ്റി കഴിഞ്ഞിട്ട് ഇവരാരെ ഫോളോ ചെയ്യണം? ദൈവത്തിനെ ഫോളോ ചെയ്യുക, ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയെ ഫോളോ ചെയ്യുക. ശരി, ദൈവത്തിലേക്ക് എത്താനുള്ള മാർഗ്ഗം എന്താണ്? ഈ ആരാധനാദോഷങ്ങളാണല്ലോ, ഈ തെറ്റായ ചിന്തകളൊക്കെ ഇല്ല. അപ്പോൾ ഗുരുവിനെ ഫോളോ ചെയ്യുക. ശരി, ഗുരുവിനെ ഫോളോ ചെയ്ത് ദൈവത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഗുരുവാകുന്ന ദൈവത്തിലേക്ക് എത്തുക, ബാക്കി മതങ്ങളെയൊക്കെ ഒഴിവാക്കുക. ഇത് തന്നെയാണല്ലോ എല്ലാ മതങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളും പറഞ്ഞിട്ടുള്ളത്. എന്നെ ഫോളോ ചെയ്യൂ, ഞങ്ങൾ പറയുന്നത് ഫോളോ ചെയ്യൂ, ഈ ജീവിത രീതി പിന്തുടരൂ, എന്നിട്ട് ദൈവത്തിലേക്ക് വരൂ. ഇത് തന്നെയാണല്ലോ ഗുരു എന്ന് പറയുന്ന സിനിമയിൽ ഗുരു പറഞ്ഞു കൊടുക്കുന്ന, ഗുരുവാണിയിലൂടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഫോളോ ചെയ്യേണ്ടത് ആരെയാണ്? ഈ സിനിമ ഒരു പെർട്ടിക്കുലർ മതത്തിനെ മാത്രം വിമർശിക്കുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എല്ലാ മതങ്ങളിലും കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ സിനിമയിൽ ഇവർ ഈ അന്ധതയുടെ താഴ്വരയിൽ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആകാശത്ത് നിന്ന്, ഉന്നതങ്ങളിൽ നിന്ന് എവിടുന്നോ വരുന്ന ഒരു ഗുരുവിൻ്റെ വാക്ക് വിശ്വസിക്കുക. ഗുരുവിൻ്റെ അശരീരിയാണ് വരുന്നത്, ആ വാക്ക് സത്യമാണ് എന്നാണ് പറയുന്നത്. അത് കേൾക്കാൻ രഘുരാമനെ പോലെ കുറച്ച് ആളുകൾക്കേ പറ്റുകയുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൈവപുത്രൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ദൈവമായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു പ്രവാചകനാണ് നമ്മുടെ രഘുരാമൻ എന്ന് നമുക്ക് പറയാം. എന്നിട്ട് ഫോളോ ചെയ്യുന്നത് എങ്ങോട്ടാണ്, ആരെയാണ്, എന്തിനെയാണ്? അപ്പോൾ മറ്റു മതങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യേണ്ട, ഗുരുവിനെ ഫോളോ ചെയ്യൂ എന്ന് പറയുന്നത് പോലെയാണ് ഈ സിനിമ എനിക്ക് തോന്നിയത്. ചിലപ്പോൾ ഇത് എൻ്റെ തെറ്റായിരിക്കും കേട്ടോ. നിങ്ങളും പറ്റുകയാണെങ്കിൽ ഈ സിനിമ ഒരിക്കൽ കൂടി കണ്ടു നോക്കൂ. ഭാരതം ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ വഴി ഫോളോ ചെയ്യൂ എന്ന് പറയുന്നത് പോലത്തെ ഒരു കാര്യമാണ്. ഒരു ഓഫർ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ഈ ഓഫർ വേണമെങ്കിൽ നിങ്ങളിത് ചെയ്യൂ എന്നാണ്. ഗുരുവിനെ ഫോളോ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് കാഴ്ച കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ആത്മശുദ്ധിയൊക്കെ വരുത്തി ഒരു പൗർണമി നാളിൽ ഈ മലയുടെ ഗുഹയുടെ അകത്ത് കയറി ഇങ്ങനെ ഇരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഗുരു പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾ ഈ ചാറ് കുടിച്ചിട്ട് കാര്യമില്ല. ഇതൊരു എക്സ്ട്രാ ഓഫർ വെക്കലാണ്. ഓഫർ, കണ്ടീഷൻസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഈ മതങ്ങളിലും കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇതൊരു ഗംഭീരമായിട്ട് ഉണ്ടാക്കപ്പെട്ട സിനിമയാണ്. വിഷ്വൽസും സംഗീതവും അതിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങും മൊത്തത്തിൽ ഭയങ്കര രസമാണ്. പക്ഷേ ഇതിൻ്റെ തീമിലാണ് ഞാനിത് രണ്ടാമത് കണ്ടപ്പോൾ. ഇങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്, ഇങ്ങനെ രണ്ടാമത് കാണുമ്പോൾ നമുക്ക് വേറെ പല അർത്ഥങ്ങളും, അപ്പോൾ ഇതാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, അപ്പം പുരിയല്ല ഇപ്പം പുരിയത് എന്നൊക്കെ പറയുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. സത്യത്തിൽ ഏത് ഗുരുവിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? നമുക്കില്ലാത്ത ഏത് സെൻസാണ് നമുക്കൊരു ഗുരുവിന് തുറന്നു തരാൻ പറ്റുക? നമുക്കുണ്ട് എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സെൻസ്, അങ്ങനെ ഒരു സെൻസ് ഉണ്ടെന്നും ആ സെൻസിനുള്ളിൽ വസിക്കുന്നയാളാണ് ദൈവമെന്നുമാണ് ഭൂരിഭാഗം മതങ്ങളും പറയുന്നത്. കാരണം ദൈവം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു കാണിച്ചു തരാൻ പ്രൂഫൊന്നുമില്ല. അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഈ രൂപം അതാണ്, ഇതാണ്, അത് തരും, ഇത് തരും എന്നൊക്കെയുള്ള പറച്ചിലുകളിലൂടെയാണ് നിലനിൽക്കുന്നത്. ഏകദേശം ഈ സിനിമയിലും അങ്ങനെയൊക്കെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഈവൻ ഗുരുവിനടക്കം രൂപമില്ല. എനിവേ, ഒരുപാട് പേർക്ക് വളരെയധികം വിയോജിപ്പുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വിയോജിപ്പുകളടക്കം നമുക്ക് ആരോഗ്യകരമായ ചർച്ചകളാക്കി മാറ്റാം, അല്ലേ? താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.